ഹലോ, ഇന്നത്തെ മിനി വ്ളോഗ് ഒരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കിച്ചൺ ക്ലീനിങ്ങും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ചായ കുടിക്കലാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കൽ മസ്റ്റാണ് വൈകുന്നേരം. പക്ഷേ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. പക്ഷേ ഇന്ന് ചായ കുടിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ നല്ല തലവേദനയായിരുന്നു കേട്ടോ. ഈ തലവേദനയും വെച്ചിട്ടാണ് വൈകിട്ടുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്സിനായിട്ട് ഞാൻ ഇന്ന് കടലയാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പച്ചക്കടല കുട്ടികൾക്ക് വെറുതെ വേവിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. സ്നാക്സായിട്ട് നമ്മളിങ്ങനെ കടയിലൊക്കെ അങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനത്തെ കടല നമ്മൾ വീട്ടിൽ തന്നെ വേവിച്ച് കൊടുക്കുക. അതിനിങ്ങനെ തോലെടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തോലെടുത്ത കടലയാണ് കേട്ടോ. അതപ്പോൾ അതിന് ഇന്ന് വേവിച്ചിട്ട് കുറച്ച് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ ഈവനിങ് സ്നാക്സായിട്ട് നമ്മൾ എപ്പോഴും ബേക്കറി സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇഷ്ടമൊന്നും അല്ലെങ്കിൽ കൂടി വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവർ കഴിച്ചോളും. പിന്നെ ഇതിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തലവേദനിച്ചിട്ട് അതിനിടയിൽ കൂടെ കണ്ണം വന്നിട്ട് ഓരോന്ന് പറയുമ്പോൾ എനിക്ക് തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാനൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഒന്ന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പത്തിനുള്ള മാവുള്ളത് കൊണ്ട് കുറച്ച് ഈസിയായി. അപ്പോൾ ഒന്ന് തക്കാളി കടഞ്ഞിട്ട് ചട്നിയും കൂടി അരയ്ക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ തക്കാളി ചട്ടിനി എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ തക്കാളി, ചെറിയുള്ളി, അതുപോലെ തന്നെ കുറച്ച് വഴുതനങ്ങ, ഉരുളക്കിഴങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വെറുതെ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് വേവിക്കുക. എന്നിട്ട് അതിനോട്ട് കടുകും കരിവേപ്പിൻ്റെയും താളിച്ചിടണം കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ തക്കാളി ചട്ടിനി എന്നുള്ള തക്കാളി കടഞ്ഞതെന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ആപ്പത്തിനും ദോശയ്ക്കും അതുപോലെ ഇഡ്ലിക്കും ഒക്കെ അതുപോലെ തന്നെ ചപ്പാത്തിക്കും ഇത് നല്ല കോമ്പിനേഷൻ ആട്ടോ തക്കാളി ചട്ടിനി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആപ്പും അതുപോലെ തന്നെ തക്കാളി ചട്ടിനിയൊക്കെ കൂട്ടിയിട്ട് രാത്രിത്തെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷനാണ് വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്നലെ ഒരു കുട്ടി ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ട് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷനാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്.